I've been saving my tears, I've been praying for days that you'll see this through another round. Been staying up till it's late, thinking about my mistakes. Can you say something, just anything now? Oh, we've been stuck here in a rut now for so long. Yeah, I know. Hoping for a little luck now, please hold on. Oh, come on. 'Cause baby, I will follow you anywhere. And when I look into your eyes, I know we'll make it there. Even after all the speed bumps, lies and the sorrow, I know it'll still be us by tomorrow. 'Cause I will follow you anywhere. Memories that we shared, they can never compare. You were laying here right next to me. That one poem you wrote that you put in my coat, so I was to read it when we didn't agree. Oh, we've been stuck here in a rut now for so long. Yeah, I know. Hoping for a little luck now, please hold on. Oh, come on. 'Cause baby, I will follow you anywhere. And when I look into your eyes, I know we'll make it there. Even after all the speed bumps, lies and the sorrow, I know it'll still be us by tomorrow. 'Cause I will follow you anywhere. I'm falling, I cannot get off. God knows I'm giving it all. Darling, you know that I can't get enough. Can't get enough of you now. Maybe I will follow you anywhere. And when I look into your നന്ദി കൊണ്ടെന്റെ ഉള്ളം നന്ദി നിറയുന്നേ സന്നാഹമോട് സ്തുതി പാടിടുന്നേ ദേവസന്നാഹമോട് സ്തുതി പാടിടുന്നേ എന്നോടുള്ള നിൻ സർവ്വനന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ ഇപ്പോഴെന്തോ ചെയ്യേണ്ടു നിനക്കേശുപരാ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ തമ്പുരാൻ പരിശുദ്ധൻ 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 ഒരേ സ്തുതി. ദൈവമായ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. കർത്താവേ ഞങ്ങളെ മേൽ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷയും നമസ്കാരവും പ്രാർത്ഥനയും ഞങ്ങളുടെ മേൽ നീ അനുഗ്രഹിക്കണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദിവ്യനാമം പരിശുദ്ധമാക്കണമേ. രാജ്യം വരണമേ. സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാരുണ്യ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങൾ പ്രവേശിപ്പിക്കരുതേ.
ശക്തിയും മഹത്വവും എന്നേക്ക് അവിടുത്തേക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. കാരുണ്യവാനിത്യമായിരിക്കുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ഈ സമയത്തിനായിട്ട് അവിടുത്തെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് ഈ ഭവനത്തിൽ ഒന്നിച്ചു കൂടുവാൻ തന്ന വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്ന് തിരുവചനം സങ്കീർത്തനത്തിൽ 118-ാമത്തെ അധ്യായത്തിലെ 24-ാം വാക്യം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ വിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ സമയം കർത്താവെ, ഞങ്ങൾ ഇന്ന് വിവാഹിതരാകുന്നതായ പ്രിയപ്പെട്ട മകനെയും പ്രിയ മകളെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. പ്രിയ അശ്വിന്റെ കുടുംബത്തെയും പ്രിയ സ്നേഹയുടെ കുടുംബത്തെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ ഇന്ന് ദേവാലയത്തിൽ നടക്കുന്ന ശുശ്രൂഷയിലെ പരിശുദ്ധാത്മാവ് കർത്താവിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ആവസിക്കുകയും സന്തോഷത്തോടുകൂടെ നിന്റെ കുഞ്ഞുങ്ങളെ കർത്താവെ കുടുംബജീവിതം മുമ്പോട്ട് നയിപ്പാനും സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി അതിലൂടെ അനുഗ്രഹിക്കപ്പെടുവാനും സന്തോഷപരമായ കുടുംബജീവിതം നയിച്ച് മുമ്പോട്ട് പോകുവാനും കർത്താവിനെ മോശപ്പെടുത്തുവാനും അവിടുന്ന് സഹായിക്കുമാറാകണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നവഫലങ്ങളിൽ നിന്റെ കുഞ്ഞുങ്ങളിൽ നിന്നുണ്ടാകുവാനും സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും കർത്താവിനെ നിന്റെ കുഞ്ഞുങ്ങൾ വർദ്ധിക്കുവാനും അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇരു കുടുംബത്തിലെയും മാതാപിതാക്കളെയും മറ്റു മക്കളെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഇപ്പോൾ അടിയങ്ങളോട് ചേർന്ന് തലവണങ്ങിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. മാനവും മഹത്വവും പങ്കെടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. സുതരഭാവാസനത്തെ കാത്തോളണമേ. ക്ഷമിക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നേരമെങ്കിലും എല്ലാ സമയത്തും എന്റെ ദൈവമായ ഞങ്ങൾ എല്ലാവരോടും മാറണമേ. ആമേൻ. ഞങ്ങളുടെ
രാജ്യം വരേണമേ. നിന്റെ ദിവസം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള സൗകര്യം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാണ് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. നിന്റെ ഉത്തരവായ നമ്മുടെ കർത്താവേ വിശ്വസിയാകുന്നു. ശുദ്ധമുള്ള ഇപ്പോഴും ദൈവങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടി നീ മുഖാന്തരമുണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയയാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞ് കവിയുകയും ഞങ്ങളുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടിയെ ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെ ആദ്യം മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധമാം ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വാത്സല്യവാന്മാരുടെ കിടത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. പ്രകാരം എന്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. നിന്റെ പാപങ്ങളെ പാപങ്ങളെ എന്തെന്നാലും നിന്റെ പാപങ്ങളോട് എന്നാൽ നിന്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും ജ്ഞാനവിധികളിൽ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ എന്തെന്നാൽ ഞാൻ പാപങ്ങളുടെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നിന്റെ സ്വഭാവം കളിക്കണമേ. ഞാൻ പിടിക്കപ്പെടും സന്തോഷമുണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എൻ്റെ സന്തോഷിക്കും. എൻ്റെ പാപങ്ങളിൽ എൻ്റെ തിരുമണത്തിരിച്ച് എൻ്റെ അതിക്രമങ്ങളെയൊക്കെയും മായ്ച്ചു കളയണമേ. അപ്പോൾ ഞാൻ അതിക്രമകാരത്തിൻ്റെ വഴിയെ പഠിപ്പിക്കും. ഭാവികൾ നിങ്ങളിലേക്ക് തിരികെയും എന്റെ നാമത്തിലെ തിരുമനസ്സായില്ല. ഹോമാബലികളൊന്നും പാലമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. അപ്പോൾ നീതികളും ഭോഗങ്ങളും അപ്പോൾ ദൈവമേ ോ
തന്മൂലം ആഴ്ചകാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം യോനെ സ്വീകരിക്കുകയും ചെയ്യത്തക്കളുള്ള ഐക്യമത്യവരുണ്ടാകുകയും ചെയ്യണമേ. അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും എല്ലായ്പ്പോഴും ഇടപെടാതെ യോഗ്യരായി ഭവിക്കണമേ. വിദ്യാദേവത്തെ തനിക്ക് സഭയായി തെരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയരക്തത്താൽ അവളെ വെളിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് നിശ്ചയം ചെയ്ത താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ വിശ്വാസികളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധ കളങ്കങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളുടെ സ്തുതി. തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്കുള്ള വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്നേഹന്മാരെയും സർവംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോതിരവാഴിയുടെ സമയത്തും സകല പെരുന്നാളുകളിലും ഗാനങ്ങളിലും നേരങ്ങളിലും സ്തുതിയും ബഹുമാനവും ആരാധനയും നൽകി യോഗ്യമാകുന്നു. മനുഷ്യരുടെ സർവപരിജ്ഞാനത്തിൽ നിന്ന് ഉയർന്ന അവരൊക്കെ അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവികാനുഗ്രഹങ്ങളുടെ ഉളമയുമായ ദൈവമേ, നീ അശ്വരനായി വെളിപ്പുള്ള പൂർവ്വനും അനാദ്യതമായ നിലയിൽ എല്ലാവിധ കഷ്ടകാലത്തും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടി അനുഗ്രഹിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിങ്ങളുടേതായ അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാവുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകി പരിമളവാസനയുടെ ദൈവോടെ നൽകുകയും ചെയ്തു. നിന്റെ ദൈവീയ ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാർ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി മഹത്വശ്രുതി അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവുകൊണ്ടും അതിനെ നിശ്ചയം നടത്തി അതിനെ നിന്റെ വധവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരരക്തങ്ങൾ
അതിനെ മോതിരമായിട്ട് വെളിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അത് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്നേഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങൾ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീന ദാസരായ ഞങ്ങൾ ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിനാൽ വിശുദ്ധമായി തീരുവാൻ സഹതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോദനത്തെ നീ അനുഗ്രഹിച്ച പോലെ നിന്റെ ദൈവീയ അനുഗ്രഹങ്ങളാൽ നീ മോദനങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായി മണവാളനും പുത്രിയായി മണവാട്ടിയും ജ്ഞാന സമ്പൂർണ്ണനും നിറവുള്ളവരുമായി തീരുവാൻ ഇടയാകണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകലമാലിന്യങ്ങളിൽ നിന്നും പ്രേക്ഷതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവിടെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നിശ്ചലമായി മണവറയിൽ ഇവരുടെ ആവിഷ്കാരം മുഴുവൻ വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈവന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ അയക്കുകയും ചെയ്യണമേ. കർത്താവേ, സന്നിധിയിലായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും ക്ലേശതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നെ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തിയും തിരുമുമ്പാകെ നിന്ന് ഇടപെടാതെ പിതാവിനെയും പരിശുദ്ധവുമായും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. Melalophon kabel, pusoyo do kaube, vachukono do tobe, patre kono me, ona mulme. Padina gaya, parikavana sabhai, mano vikruti, simoyo. തിരുമുമ്പാകെ നിൽക്കുന്ന ബലഹീനരായ അടിയങ്ങളുടെ മാധ്യസ്ഥം
തങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന അതിരാപരിമളം ഈശ്വർ നീ നിന്റെ മക്കളെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവരിലുണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. തന്റെ കരുണയാലും ബഹുലമായ കൃപയാൽ ഈ മോചനങ്ങളെ ആശീർവദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. പിതാവിന്റെ പുത്രന്റെ ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരത്തോടുകൂടി അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായി വലങ്കൈ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടി ഉണ്ടായിരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. അനുഗ്രഹപൂർണമായി വരുത്തി അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ത്രീയന്മാരിൽ നിന്ന പോലെ ഈ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിലുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മാ ശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതി കരയറ്റുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ മശിഹ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാവതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യ സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കട്ടെ. സുരഭിരങ്ങളായ ശൂശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാവനയാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കയ്യിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മലമായ മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ദൈവം ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന്
നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ബാറകമോർ ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ പ്രാർത്ഥനകളെ അവിടുന്ന് കൈക്കൊള്ളണമേ. ഇവർക്ക് അനുഗ്രഹീയ സന്താനങ്ങളെ സൗഭാഗ്യകാലങ്ങളെ നൽകണമേ. സൽപ്രവൃത്തികളാൽ സമ്പാദ്യങ്ങൾക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ അവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാസ്ഥിതി ചെയ്യുവാനവരുടെ മക്കൾക്ക് മുതൽ അവകാശമായി നൽകുവാൻ വിരുന്നിനായി വന്നിരിക്കുന്നവർക്ക് കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായ നിന്റെ വിജയ സ്നേഹമായിരുന്നു പിതാവും പരിശുദ്ധമായല്ലോ ഞങ്ങളെല്ലാവരെയും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിനെ 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീബ രാവും പകലും നിങ്ങളോടുകൂടി സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വിവാഹ ശുശ്രൂഷയുടെ ഒന്നാമത്തെ ക്രമം മോതിരവാഴിൻ്റെ അഥവാ വിവാഹ നിശ്ചയത്തിൻ്റെ ശുശ്രൂഷ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കൊക്കെയും അറിവുള്ളതുപോലെ ശ്രീയാനി സഭയുടെ വിവാഹ കൂദാശ 2 ക്രമങ്ങളായിട്ടാണല്ലോ പൂർത്തീകരിക്കുന്നത്. അതിലൊന്നാമത്തെ ക്രമമാണ് ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഏതൊരു വിവാഹവും നിശ്ചയിക്കപ്പെടുന്നത് സ്വർഗത്തിലാണ്. ദൈവഹിതപ്രകാരം മനുഷ്യനത് കണ്ടെത്തുകയും സ്വർഗത്തിലെ തീരുമാനം ഭൂമിയിൽ ദൈവത്തിൻ്റെ സ്ഥാനാപതികളായ പുരോഹിതന്മാരാൽ ഉറപ്പിക്കപ്പെടുകയും പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുകയാണ്. മോതിരം വാഴ്ത്തി മണവാളൻ്റെയും മണവാട്ടിയുടെയും കയ്യിൽ പുരോഹിതൻ അണിയിക്കുമ്പോൾ ഭൂമിയിലെ തീരുമാനമല്ല, സ്വർഗത്തിലെ ഇവരുടെ വിവാഹ നിശ്ചയത്തിൻ്റെ തീരുമാനം ദൈവഹിതപ്രകാരം ആശീർവദിച്ച് ഉറപ്പിച്ച് ഈ വിവാഹ നിശ്ചയം പൂർത്തീകരിക്കപ്പെടുന്നതായി പ്രഖ്യാപിക്കുകയും അറിയിക്കുകയും ചെയ്യുക. അതാണിപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. പുരുഷൻ സ്ത്രീക്ക് മോതിരമിടാത്തത് അതുകൊണ്ടാണ്. സഭയെ സംബന്ധിച്ച് ദൈവ തീരുമാനമാണ്, പുരോഹിതനാൽ പൂർത്തീകരിക്കപ്പെടേണ്ടതാണ്. രണ്ടാമത്തെ ക്രമം കിരീടവാഴിൻ്റെ ക്രമമാണ്. ഈ പരസ്പര വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഈ മണവാളനെ മണവാട്ടി അവരുടെ ശിരസിന്
സ്വർഗീയ കിരീടം വാഴ്ത്തി അവരെ അണിയിച്ചുകൊണ്ട് അവരെ പരസ്പരം കൈപിടിപ്പിച്ച് ഫലമേൽപ്പിച്ചുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരായി ഉയർത്തുകയാണ്. സഭയുടെ വിശ്വാസമനുസരിച്ച് അൽമായ സ്ഥാനത്തുള്ള വ്യക്തികൾക്ക് ഔദ്യോഗികമായി കാലിൽ ചെരുപ്പിട്ടുകൊണ്ട് നിൽക്കുവാൻ സഭ അനുവദിച്ചിരിക്കുന്ന ഏക അവസരമാണ് വിവാഹ കൂദാശയുടെ അവസരം. അതിൻ്റെ കാരണം ഭാര്യ ഭർത്താവ് എന്നുള്ള അതിശ്രേഷ്ഠമായ ഒരു പദവിയിലേക്ക്, ആ പദവി വാസ്തവത്തിൽ മശിഹായുടെയും സഭയുടെയും ദൃഷ്ടാന്തമാണ്. ആ അനുഭവത്തിലേക്ക് കൂദാശയിലൂടെ ഇവരെ ഉയർത്തുന്നതിനാണ്. കിരീടത്തിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ സഭയിൽ മാല വാഴ്ത്തി ഇടുകയാണ് പതിവ്. അങ്ങനെ ഇവരെ പരസ്പരം ഭാര്യ ഭർത്താക്കന്മാരായി ഭരമേൽപ്പിച്ച് അനുഗ്രഹിച്ച് പൂർത്തീകരിച്ച് സഭയിലേക്കും കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും ഇവരെ അയക്കുന്ന ശുശ്രൂഷയാണ് വിവാഹ കൂദാശയിലൂടെ പൂർത്തീകരിക്കുന്നത്. ഇനി നിർവഹിക്കുവാനുള്ളത് ഇവരെ ഭാര്യ ഭർത്താക്കന്മാരാക്കി തീർക്കുന്ന കിരീടവാഴ്വിൻ്റെതായ രണ്ടാമത്തെ ശുശ്രൂഷയാണ്. ഇപ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നത്. Dewa
ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനയുടെ എല്ലാം സന്തോഷോല്ലാസങ്ങളോടുകൂടെ പാടുകയും തിരുസന്നിധി ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ ശിക്ഷാന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ദാസനെ
കരുണയെ കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയനായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ കണ്ട് സന്നിഹിതനായി നിന്റെ കരുണയുടെ നിഴലിലും ദൈവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഈ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിൽ ഉത്തമരായിരിക്കാൻ കാരണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ കാരണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്ത് നയിച്ചുകൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നഗരങ്ങളെ താല്പര്യരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സമ്മതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരും വിദോസ്തരമായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് എടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചുകൊള്ളണമേ. ഞങ്ങളെ ഇവരെ പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും ജ്യേഷ്ഠതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദനസരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠത ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാനമാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളാൽ ഞങ്ങളെ വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. പട്ടണത്തിൽ കല്യാണ വിരുദ്ധനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യനെ സ്നേഹിയും
സാക്ഷാൽ സത്യമുള്ളവാനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലിപീഠത്തിന് മുമ്പാകെ തലകുനിച്ച് നിൽക്കുന്ന ഈ ദാസരെ സ്വർഗ്ഗവാക്യത്തോടെ അനുഗ്രഹിക്കണമേ. കരുണയുടെ ദൈവനായ വഴങ്ങി ഇവിടെ മേൽ ആസ്വദിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകളാചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളവരെ ഞങ്ങളെ ഇവിടെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ ഇവിടെ നിനക്ക് വലതുഭാഗത്തുനിന്നുള്ളവരെ ദർശിക്കുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രങ്ങളും ചെയ്യുമാറാകണമേ. ഓശോ അബുകുലസ്മാനുള്ളവരെ ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മിശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സ്ഥലത്തിന് കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മിശിഹായുടെ സഭയെ സ്നേഹിക്കുകയും അവിടെ സ്വീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നത് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഇതവിടെ കരയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കടൽക്കാരികയും പരിസ്ഥിതിയുമായിരിക്കുന്നതിനും വേണ്ടിയാകുന്നതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്നപോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദൂഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മിശിഹാസഭയ്ക്ക് വേണ്ടി എന്നപോലെ തന്നെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാകുന്നു. ഇക്കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേരും. അവരിൽ മേഘശരീരമായി ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ നിങ്ങൾ കർത്താവിനെയോർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്നാൽ നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സ് വരുവാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടു കൂടിയ കൽപ്പനയാകുന്നു. അമിനഹായ് പറക്കുമോ. നമ്മൾ
മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ നാം കേൾക്കണോ. ആത്മാവോടുകൂടി ദൈവമാനന്ദം ഞങ്ങളെയും യോഗ്യരാക്കുമാറാകട്ടെ. Evangelion kadisuran esmasihu korusuzum yunisum anmataislihu magarsono magaris haifurkono lolmo പരിപാലിക്കുന്നവരുമായിട്ടുള്ളവരാകുന്നു നമ്മുടെ രക്ഷകനായ തന്നെ ചില സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ കരുണയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Subnuhu damdubran sedoran alohan forugodilan esmasihu men sodhaya logos sposa men sulto kadisto mariam barakmo kholende bhokai nahu. അങ്ങനെ വിശ്വസിച്ചങ്ങൾ ഏറ്റുപറയുന്നു. യേശുദമ്പുരാൻ ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട യോർദാന്റെ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിലെത്തി ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ചവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രീശന്മാർ അടുത്തിയെന്ന് ഏതോ ഒരു കാരണത്താലെങ്കിലും ഒരു തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവരോട് പ്രകാരം പറഞ്ഞു, ആദ്യ സൃഷ്ടികർത്താവാണ് പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നു. ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അവർ യേശുദമ്പുരാനോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്തവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. യേശുദമ്പുരാൻ അവരോട് ഉത്തരം പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദ്യം അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ല, സ്വന്തം ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ യേശുദമ്പുരാനോട് ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. യേശുദമ്പുരാൻ പ്രകാരം അരുളി ചെയ്തു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും വചനത്തിന് ശക്തരല്ല. ബാലകോർ നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. കിരീടങ്ങളും വയ്ക്കപ്പെടുന്ന ശിരസ് എന്നേക്കും ആശീർവദിക്കപ്പെട്ടു പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു.
അക്ഷയമായ അലങ്കാരങ്ങളാൽ അനുഗ്രഹിക്കുകയും ശത്രുവിന്റെ സർവശക്തിക്ക് എതിരായ ജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. ആമേൻ.
മകുളം തിരുമുൾമുടിയോട് സദൃശം മണവാട്ടിയുടെ മകുളം സതിവാമുടിയോട് സദൃശം. കിരീടവും മനുഷ്യ ഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവ് ധരിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി കരയേറ്റിക്കൊണ്ട് ആവിഷ്കാരം മുഴുവൻ സന്തോഷിക്കുവാൻ ഇടയ്ക്കിടയ്ക്ക് ആൾക്കുകയും ചെയ്യട്ടെ. പാർക്കുമോ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗീയ മണവാളനായ മിശിഹ യഥാർത്ഥമായി തന്നെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിനെ മുദ്രയിടട്ടെ. മിശിഹ തൻ്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലകൈ വന്ന് നിങ്ങളിൽ ആവശ്യത്തിൽ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനദൂതൻ നിങ്ങളോടുകൂടിയിരുന്ന് ആകൽക്കരസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാവട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറയുവീനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോക്കിനും മക്കൾക്കുമായി നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തു നിന്ന് പരിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വ സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യൗസേപ്പിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാരുടെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വന്ന് വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യ അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോയവർ പാപപരിഹാരം പ്രാപിക്കട്ടെ. മിസ്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സമൂഹം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി കരേറ്റാം. ഓശോ തോട്ടം നട്ടോരേ നീയാണ് യുവമണവാണ് നിന്നോട്ട്
ശുഭമാകേ വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള ഏവൻഗേലിയോന്റെയും ജനക്കൂട്ടത്തിൻ്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൃദയവിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവൻ്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. നിങ്ങൾക്കും എനിക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും സിംഹാസന്മാരിലും വിശ്വാസികളായ ജനത്തിനും മണവാളിനും മണവാട്ടിയും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതിയായ ദൈവമാതാവും ജനനിയുമായ വിശുദ്ധ കന്യമർത്തമറിയാമിൻ്റെ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കർമ്മങ്ങൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശു മിശിഹായുടെ വലതുകൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. ആമേൻ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നു എന്നറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പിൻ. ഇവൾ സ്വന്തം ആളുകളെ പിടിഞ്ഞ് ഇവരുടെ ഭർത്താവിനോട് സംയോജിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. അവൻ നഗ്നനായിരുന്നാലും അവൾക്ക് ധരിപ്പാൻ നൽകണം. തൻ്റെ പ്രാണനെ പോലെ അവൾ അവനോടും വർത്തിക്കണം. അവൻ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷണം നൽകണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കുവാൻ നൽകണം. അവളും ന്യായമായ പ്രകാരം അവൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും ആദരവോടും പ്രേമത്തോടും കൂടി അവൾ അവൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ കാരോട് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളോട് പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടി നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവപരാധങ്ങൾ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും
കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെ സൃഷ്ടാവായ സത്യേക ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുൻപ് പിതാവിനെ ജനിച്ചവരും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും തന്നാൽ സകലം നിർമ്മിച്ചവനും മനുഷ്യനായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വയപ്രകാര സ്വർഗത്തിൽ നിറഞ്ഞു പരിശുദ്ധ റൂഹായ ദൈവമാതാവായ ശുദ്ധകന്യമുടെയാണ് ശരീരയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു. കഷ്ടത അനുഭവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു. മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. സ്വർഗത്തിലേക്ക് കയറുന്ന പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിഭാഗത്തിന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന്റെ അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ഈ വിശുദ്ധ വിവാഹോദാസയെ സംബന്ധിച്ച് നിങ്ങളെ, നിങ്ങളുടെ കുടുംബങ്ങളെ, നിങ്ങൾക്കുള്ള സകലത്തെ ദൈവം തമ്പുരാൻ സമർത്ഥമായി വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ നിങ്ങളുടെ വാങ്ങിപ്പോയി ആശ്വസിപ്പിച്ച് പണ്യപ്പെടുത്തട്ടെ. പിതാവ് പുത്രനും പരിശുദ്ധ റൂഹായി കുറ്റമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ട് ഉന്നതപ്പെട്ടതും മഹിമയുള്ളതുമായ സിംഹാസനത്തിന്റെ മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആക്കി തീർക്കണമേ. മാതാവിനക്ക് സമാധാനം ശുദ്ധമുള്ള തമ്പുരാന്റെ പാപികളാകുന്നവർക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും വിവാഹ കൂദാശ അനുഗ്രഹകരമായിട്ട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. പുതിയ ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവിധമായ ആശംസകളും ഇടവകയുടെ പേരിലും ഇവിടെ സംഗീതരായിരിക്കുന്ന എല്ലാവരുടെ പേരിലും വൈദികരുടെ പേരിലും ഇപ്പോൾ സ്നേഹത്തോടെ അറിയിക്കുന്നു. ദൈവം ഇവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീത കുഞ്ഞുങ്ങളെ നൽകി ഇവരെ വാഴ്ത്തട്ടെ. എല്ലാ കാര്യങ്ങളിലും ദൈവം കൂടെയിരുന്ന് സാക്ഷ്യത്തോടെ ഈ ഭൂമിയിലായിരിക്കാൻ ഇവർക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഇടവകയുടെ സ്നേഹ ഉപഹാരം ബഹുമാനപ്പെട്ട കോശി കേഴപ്പറയിലച്ചൻ വിശുദ്ധ വേദപുസ്തകം അത് നൽകി ഇവരെ അനുഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വിവാഹ കുദാശയെ സംബന്ധിച്ച് എല്ലാവർക്കുമായിട്ടുള്ള റിസപ്ഷൻ Forever seems like a long time, but nothing seems like a long time when I am with you. I feel like I'm walking on water,
since the day that I asked your father to let go of his daughter. So give me your blessing, sir, I'll give her all that I've got. It doesn't look like much, but it sure feels like a lot. Let her take my heart and take my hand. Take my heart and take my hand. Take my heart and take my hand again and again. Right where we stand. I never really know what love is, but whatever it is, I feel it in your kiss. You waltzed in like somebody planned it all. I feel right where I belong. My knees are weak, my heart is strong. So give me your word and I'll give you all I got. No, we don't have much, but it sure feels like a lot. So take my heart and take my hand. Take my heart, take my hand. Take my heart and take my hand again and again. Right where we stand. Take my heart and take my hand. I'll be your lover and I'll be your friend. Take my heart and take my hand again and again. Right where we stand. Too good to be true. I wanna spend my life with you. I wanna spend my life with you. Too good to be true. Wanna spend my life with you. Wanna spend my life with you. Every moment has led us to this day. Every journey that brought us to this place. We're filled with wonder that words couldn't ever contain. This is what we've been waiting for. At the dawn of forevermore, we can stand on this ground so sure. This is what we've been waiting for. When
closer to heaven. There's so much ahead of us. We'll give our dreams to the rising sun. Make our way, we've just begun. We're closer to heaven. There's so much ahead of us. This is what we've been waiting for. At the dawn of forevermore, we can stand on this ground so sure. This is what we knew we would find, leaving all of our doubts behind. We can stand on this ground so sure. This is what we've been waiting You saw me first. You let me in when I was at my worst. The moment when I heard you say my name, it's the first time in so long. I'm not afraid. I'm not afraid. You are the voice that calms the storm inside me. Castle walls that stand around me. All this time my guardian was you. You are the light that shines in every tunnel. There in the past, you'll be there tomorrow. All my life your love was breaking through. It's always been you. It's always been you, my northern star. Your love will be the compass of my heart. Oh, I just wanna be right where you are, right where you are. You are the voice that calms the storm inside me. Castle walls that stand around me. Oh, this time my guardian is you. You are the light that shines in every tunnel. There in the past, you'll be there tomorrow. All my life your love was breaking through. It's always been you. And it's always been you. It's always been you. It's always been you. Who stood with me in the fire? It was you. It was always you who pulled me out of the water. It was you. It was always you, and who carried me on their shoulders. It was you. I know it's you. You are the light that shines in every tunnel. There in the past, you'll be there tomorrow. All my life, your love was brave.